ഇനി ലാസ്റ്റ് പോർഷനാണ് ഈ മൊഡ്യൂളിൻ്റെ, അതായത് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസ്. ഓക്കെ, ഇപ്പം ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പം ഫസ്റ്റ് 2 മൊഡ്യൂളിൽ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ പറ്റി, ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക്സ്, കുറേ നെറ്റ്വർക്ക്സിനെ പറ്റിയൊക്കെ പഠിച്ചു. പിന്നെ 3, 4, 5 നമ്മൾ ഫസീനെ പറ്റി പഠിച്ചു. ഓക്കെ, അപ്പം ഇത്രയും 2 സെറ്റല്ലേ ഇപ്പം പഠിച്ചത്, ന്യൂറൽ നെറ്റ്വർക്ക്സും ഫസി നെറ്റ്വർക്കും. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ഹൈബ്രിഡായിട്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് രണ്ടിൻ്റെയും നല്ല പ്രോപ്പർട്ടീസ് എടുത്ത് നമ്മളൊരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അന്നേരം ഇതിനകത്ത് എന്താ പറയുന്നത്, ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഫസി സെറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം ഈസ് എ ലേണിംഗ് മെക്കാനിസം ദാറ്റ് യൂട്ടിലൈസസ് ദ ട്രെയിനിങ് ആൻഡ് ലേണിംഗ് അൽഗോരിതംസ് ഫ്രം ന്യൂറൽ നെറ്റ്വർക്ക്സ് ടു ഫൈൻഡ് പാരാമീറ്റേഴ്സ് ഓഫ് എ ഫസി സിസ്റ്റംസ്. സോ എന്താ പറഞ്ഞേക്കുന്നത്, ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ലേണിംഗ് മെക്കാനിസമാണ്. അതായത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഒരു ലേണിംഗ് മെക്കാനിസം അല്ലായിരുന്നു നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻപുട്ടിനെ കൊടുക്കുന്നു, അത് വെച്ചിട്ട് കുറേ വെയിറ്റ് ഉണ്ട്, നമ്മളൊരു നെറ്റ്വർക്കിലോട്ട് കൊടുക്കുമ്പം നമ്മൾ എന്താണ് ആ കിട്ടിയ ഇൻപുട്ട് വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോയിട്ട് എററിനെ കറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടുന്നിടം വരെ നമ്മൾ ആ പ്രോസസ്സ്, ആ നെറ്റ്വർക്കിൽ കൂടെ ഈ ഡേറ്റാനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം അവിടെ എന്താണ്, ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു, ഒരു ടെസ്റ്റിങ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ കുറേ ഡേറ്റാനെ കൊടുത്തിട്ട് ആ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്ത് വെച്ചു. ഓക്കെ, നിനക്ക് കിട്ടാൻ പോകേണ്ട ഔട്ട്പുട്ട് ഇതാണ് എന്നും പറഞ്ഞ് ട്രെയിൻ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അതിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇതുവരെ കാണാത്തൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണം. സോ ഇതായിരുന്നു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഉദ്ദേശം. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ആ ട്രെയിനിങ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടണം. സോ ഇതായിരുന്നു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫസി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് പറയാൻ പറ്റാത്ത കേസസ് ഉണ്ട്. അവിടെ ചില റൂൾസൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫെസിഫിക്കേഷൻ, ഡീഫെസിഫിക്കേഷൻ പ്രോസസ്സൊക്കെ, ഇഫ് ദെൻ റൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഇഫ് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുക, അങ്ങനെ കുറേ റൂൾസ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. അന്നേരം ആ ഫസി സിസ്റ്റത്തിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെ എന്താ പഠിച്ചത്, ഫസി സെറ്റ്, കുറേ ഫസി റൂൾസ്, ഫസി നമ്പേഴ്സ്, അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ ഫസി സെറ്റിന് വേണ്ടി. സോ അന്നേരം ഈ ഫസി റൂൾസും ഫസി സെറ്റും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂറൽ നെറ്റ്വർക്കിലെ ട്രെയിനിങ് ആൻഡ് ലേണിംഗ് അൽഗോരിതംസ്, അതായത് നമ്മൾ ട്രെയിനിങ് അൽഗോരിതം, ടെസ്റ്റ് അൽഗോരിതം ഒക്കെ പഠിച്ചില്ലായിരുന്നോ, ആ അൽഗോരിതംസ് ഉപയോഗിക്കുക. നമ്മുടെ ഫസി റൂൾസ്, ഇഫ് x1 ഈസ് ദിസ് മച്ച് ദെൻ y ഈസ് ദിസ് എന്നൊക്കെ പറയത്തില്ലേ. സോ ആ റൂള് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഓക്കെ ടെമ്പറേച്ചർ ഇത്രയാണെങ്കിൽ ക്ലൈമറ്റ് ഹോട്ടായിരിക്കും. അത് ആ ലേണിംഗ് വഴി കണ്ടുപിടിക്കുന്നതിനെയാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ന്യൂറോ ഫസി ഹൈബ്രിഡൈസേഷൻ ഈസ് ടേംഡ് ആസ് ഫസി ന്യൂറൽ നെറ്റ്വർക്ക് ഓർ ന്യൂറോ ഫസി സിസ്റ്റംസ്. 2 പേരിൽ അറിയപ്പെടുന്ന എന്താണ്, ഫസി ന്യൂറൽ നെറ്റ്വർക്ക്, FNN അല്ലെങ്കിൽ NFS, ന്യൂറോ ഫസി സിസ്റ്റം, ഇങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്നു. സോ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയാം, നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിനെയും അതേപോലെ ഫസി സിസ്റ്റത്തിനെയും കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ലേണിങ്, അതിൻ്റെ കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കണക്ഷൻസും ലേണിങ്ങും ഒക്കെ ഇല്ലേ, അതും. പിന്നെ ഫസി സിസ്റ്റത്തിൻ്റെ എന്താണ്, റീസണിങ് സ്റ്റൈൽ, നമ്മളൊരു ഹ്യൂമൻസ് പറയുന്ന പോലെയല്ലേ ഫസി സിസ്റ്റം പറയുന്നത്, അങ്ങനെ സംഭവിക്കാം, ഹ്യൂമൻ സ്റ്റൈൽ റീസണിങ് ആണ്. ഓക്കെ, ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ. സോ അന്നേരം ഈ 2 പ്രോപ്പർട്ടീസാണ് ഈ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ലേണിംഗ് കണക്ഷൻസ് ഒക്കെ, അതേപോലെ ഫസി നെറ്റ്വർക്കിൻ്റെ ഹ്യൂമൻ സ്റ്റൈൽ റീസണിങ്. സോ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം, ഇതുവരെ ഉണ്ടായിരുന്ന ആ സിസ്റ്റം എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദെൻ റൂൾസ് നമ്മൾ ഫസി സിസ്റ്റത്തിൽ ഊഹത്തിലായിരുന്നെങ്കിൽ, ഊഹിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, അതിലോട്ട് ഒരു പ്രോപ്പർ ലേണിംഗ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എന്ത് പറ്റുന്നു, അതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഇൻട്രോ ആയിട്ട് പറയുന്നത്. മെയിനായിട്ട് 2 ഏരിയ ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ഫസി മോഡലിങ്ങും മറ്റൊന്ന് പ്രിസൈസ് ഫസി മോഡലിങ്ങും. ലിംഗ്വിസ്റ്റിക് ഫസി മോഡലിംഗ് എന്ന് പറയുന്നത് മംതാനി മോഡലും, പ്രിസൈസ് കറക്റ്റായിട്ട് റിസൾട്ട് ചെയ്യുന്ന സുഗ്നോ മോഡലും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ന്യൂറോ ഫസീനെ 2 ഏരിയ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനി
കമ്പാരിസൺ ഓഫ് ന്യൂറൽ ആൻഡ് ഫസി പ്രോസസ്സിങ്. ഈ ന്യൂറൽ നെറ്റ്വർക്കിനും അതേപോലെ ഫസി പ്രോസസ്സിങ്ങിനും കുറേ സിമിലാരിറ്റീസും ഉണ്ട്, ഡിസിമിലാരിറ്റീസും ഉണ്ട്, അതേപോലെ സ്ട്രെങ്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ നോട്ട് നെസസറി. രണ്ട് കേസിലും ന്യൂറൽ നെറ്റ്വർക്കിലാണെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ ആവശ്യമില്ല, ഫസി പ്രോസസ്സിങ്ങിലും ഒരു മാത്തമാറ്റിക്കൽ നോളജിന് ആവശ്യമില്ല. ഇനി ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പം ലേണിംഗ് ക്യാൻ ബി ഡൺ ഫ്രം സ്ക്രാച്ച്. ന്യൂറൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നേരത്തെ, അതായത് ഇതിന് വേറൊരു പ്രയോർ നോളജ് ആവശ്യമില്ല ന്യൂറൽ പ്രോസസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി. നമുക്ക് കുറേ ഡേറ്റാസിനെ കിട്ടുന്നു, ആ ഡേറ്റാസിനെ വെച്ച് നമ്മൾ പഠിക്കുന്നു, ആ ഡേറ്റാസ് എന്തായിരുന്നു എന്നൊരു നോളജിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫസി പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു പ്രയോർ നോളജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ തമ്മിലൊരു മാച്ചും ഉണ്ട്, അതേപോലെ ഇവർ തമ്മിൽ കുറേ മിസ്മാച്ചും വരുന്നുണ്ട്. ഇനി ഇവർക്ക് രണ്ട് പേർക്കും, അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താ, ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ മറ്റേ ആൾ അത് എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം. സോ അതല്ലേ ഇപ്പം ന്യൂറൽ പ്രോസസ്സിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫസി പ്രോസസ്സിങ് സോൾവ് ചെയ്തിരിക്കണം, അതേപോലെ തിരിച്ചും. സോ ഇതാണ് ഒരു രണ്ട് സിസ്റ്റത്തിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ രണ്ട് സിസ്റ്റത്തിനും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ട്രെയിനിങ് ചെയ്യുന്നു, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അത് ട്രെയിനിങ് നടക്കുന്നു, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു. സോ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പം 1, 2, 3 ഡേറ്റ വെച്ചിട്ട് നമുക്ക് ആ മെഷീനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒത്തിരി ഡേറ്റാസ്, മില്യൺസ് ഓഫ് ഡേറ്റാസ് ചിലപ്പം ചില കേസിൽ വലിയ വലിയ പ്രോജക്ട്സിലൊക്കെ ആവശ്യം വരും. അത്രയും ഡേറ്റാസ്, നമ്മുടെ കേസിലല്ല, ഒരു വലിയ പ്രോജക്ട്സിലൊക്കെ അത്രയും ഡേറ്റാസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അത്രയും ഡേറ്റാസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഫസി പ്രോസസ്സിങ്ങിലെന്ന് പറയുമ്പം ഇവിടെ ഇതുപോലെ നമ്മളൊരു ലേണിംഗ് എക്സാമ്പിൾസ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ എന്താ കൊടുക്കുന്നത്, നമ്മൾ കുറച്ച് റൂൾസ് ആണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന റൂൾസ് ഇപ്പം നമ്മൾ ഈ ഊഹിക്കുന്ന കാര്യങ്ങൾ മീൻസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഊഹം തെറ്റാണ്, നമ്മൾ പറഞ്ഞ റൂള് തെറ്റാണ്, ഇവൻ റൂള് തെറ്റാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫസി പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റൂയിൻഡ് ആയിരിക്കും. ഇഫ് ടെമ്പറേച്ചർ ഈ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അങ്ങനെയാണെങ്കിൽ ക്ലൈമറ്റ് ഈസ് ഹോട്ട് എന്നൊരാൾ പറയുവാണ്, ഒരു റൂൾ അയാൾ സെറ്റ് ചെയ്യാണ്. സോ കംപ്ലീറ്റ്ലി അത് തെറ്റാവും. അതായത് ആ ഈഫ് ദെൻ റൂൾസിനെ മാത്രം, അവിടെ ഒരു ലേണിംഗ് നടക്കുന്നില്ല ഫസിൽ, ആകെ ആ റൂള് വെച്ച് മാത്രമാണ് പോകുന്നത്. ആ റൂള് തെറ്റിയത് കംപ്ലീറ്റ്ലി തെറ്റും. പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കിൽ അങ്ങനെയല്ല, ഒത്തിരി ഒരിടത്ത് തെറ്റിയാലും വേറൊരു എക്സാമ്പിൾ ശരിയായി കഴിഞ്ഞാൽ അത് പഠിച്ചെടുത്തോളും. സോ അന്നേരം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ അന്നേരം ഈ രണ്ട് പ്രോബ്ലവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇതങ്ങ് കറക്റ്റ് ആയിക്കോളും. കാരണം ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ അത്രയും എക്സാമ്പിൾസ് ഫസിക്ക് ആവശ്യമില്ല. സോ അങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. അതേപോലെ ആ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഫസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്, ഒരു തെറ്റായ ഇഫ് ദെൻ റൂൾ കൊടുത്താൽ പോലും ലേണിംഗ് അവിടെ ഉള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് പഠിച്ചെടുത്ത് പൊക്കോളും. സോ ഇതാണ് കമ്പാരിസൺ ഓഫ് ന്യൂറൽ ആൻഡ് ഫസി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂറോഫസി ഹൈബ്രിഡ്സ്. ഓക്കെ, ന്യൂറോഫസിയുടെ ഒരു എന്താണ് ഫിഗറാണിത്. നമുക്ക് കാണാം 3 ലെയർ. ഇവിടെ ഇൻപുട്ട് ലെയർ ഉണ്ട്, ഇവിടെ ഒരു ഹിഡൻ ലെയർ, ഇടയ്ക്കുള്ള ലെയർ ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. നമുക്കിതിനെ പറ്റി വായിച്ചു നോക്കാം. Okay, a fuzzy system based NFS is trained by means of a data driven learning method. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ഇതിനെ എന്തെന്നാ പറയുന്നത്, ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് NFS എന്ന് പറയുന്നത്. ഓക്കെ, NFS എന്ന് പറയുന്നത് ഇവിടെ നേരം നമ്മൾ ഒരു ഫസി സിസ്റ്റത്തിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഫസി സിസ്റ്റത്തിലോട്ട് ന്യൂറൽ നെറ്റ്വർക്കിനെ കൊണ്ടുവരുമ്പോൾ അതിനൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഇപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന ഡേറ്റ ഡ്രിവൺ ലേണിംഗ് മെത്തേഡ് എന്നാണ്. അതായത് ന്യൂറൽ നെറ്റ്വർക്കിനകത്തെ ട്രെയിനിങ് അൽഗോരിതംസ് ഉണ്ടല്ലോ, നമ്മളൊരു ഡേറ്റ കൊടുത്തിട്ടല്ലേ അതിനെ പഠിപ്പിക്കുന്നത്, അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഒരു ഡേറ്റ കൊടുത്തിട്ടല്ലേ നമ്മളതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ആ ഒരു മെത്തേഡ് ഫസി സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കും. അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ ലേണിംഗ് പ്രോസസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് എ സെറ്റ് ഓഫ് ഫസി റൂൾസ്. ആൻഡ് NFS is given by a 3-layer feed-forward neural network model. The first layer correspond to the input variable and second and third layer correspond to the fuzzy rules and output variables respectively. The fuzzy sets are converted to connection weights. So അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് ഇതാണ് നമ്മളുടെ ഫസി റൂൾസ്. സോ നമ്മളിവിടെ ഈ ഇടയ്ക്കുള്ള ഈ ഹിഡൻ ലെയറിലല്ലായിരുന്നു വെയ്റ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അന്നേരം ഇവിടെ പറഞ്ഞിട്ടുണ്ട് the fuzzy sets are converted to fuzzy connection weights. ഈ ഫസി സെറ്റിനെ
എന്തായിട്ട് ഇവിടുത്തെ വെയ്റ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ വെയിറ്റ് ഒക്കെ കൊടുത്ത് ഇവിടെ എല്ലാവരും എന്തെങ്കിലും തെറ്റുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ലേണിംഗ് നടത്തുന്നത്. സോ അപ്പം ഇവിടെ കൊടുക്കുന്നത് ആ ഫസി സെറ്റ് ആയിരിക്കും അവിടുത്തെ വെയ്റ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട് ഉണ്ട്, ഇടയ്ക്ക് അതിൻ്റെ ഫസി സെറ്റ്സ് ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ടും ഉണ്ട്. ഇവിടെ പിന്നെ പറയുന്നത് എന്താണ്, ഇപ്പം ഇങ്ങനാണ് ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഇത് കമ്പൈൻ ചെയ്ത് എഴുതും. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ന്യൂറോ ഫസി ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസ്. ഇനി ഈ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിന് നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു കോപ്പറേറ്റീവ് NFS ആൻഡ് വൺ മോർ ഇസ് ദർ ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസ്. ഇനി കോപ്പറേറ്റീവ് ന്യൂറോ ഫസി സിസ്റ്റം എന്ന് പറയുമ്പം ഇൻ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ബോത്ത് ANN ആൻഡ് ഫസി സിസ്റ്റംസ് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ഈച്ച് അതർ. ഈ സിസ്റ്റത്തിൽ ഈ ന്യൂറൽ നെറ്റ്വർക്കും അതേപോലെ ഫസി സിസ്റ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ANN അറ്റംപ്റ്റ്സ് ടു ലേൺ ദ പാരാമീറ്റേഴ്സ് ഫ്രം ദ ഫസി സിസ്റ്റംസ്. ഓക്കെ, അന്നേരം എന്താ ഫസി സിസ്റ്റത്തിൽ നിന്നുള്ള ഇപ്പം ഫസി സെറ്റ് ആകാം, ഫസി റൂൾസ് ആകാം, ഇതിനെപ്പറ്റി ലേൺ ചെയ്യാൻ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് കോപ്പറേറ്റീവ് NFS എന്ന് പറഞ്ഞാൽ പേര് പോലെയല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അതായത് ന്യൂറൽ നെറ്റ്വർക്കും ഫസി സിസ്റ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഫസി സെറ്റിൻ്റെ പാരാമീറ്റർ, അതായത് എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഫസി സെറ്റിൻ്റെ പാരാമീറ്റേഴ്സിനെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് ലേൺ ചെയ്യുക. അതായത് ഇപ്പോൾ ഫസി റൂൾസ്, അതിനെ ഫസി റൂൾസ് ഉപയോഗിച്ച് ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുകയാണ്, എന്നിട്ടാണ് അതിനൊരു റിസൾട്ട് തരുന്നത്. 4 രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ഒന്നാമത്തേന്ന് പറയുമ്പം ഇങ്ങനെ, ഇപ്പം കണ്ടോ, നമ്മളൊരു ട്രെയിനിങ് ഡേറ്റ ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആ ഒരു NFS ഉണ്ട്. ഓക്കെ, എന്നിട്ടൊരു ഫസി സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, എത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഹിയർ ദ FNN ഫസി ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ NFS ലേൺസ് എ ഫസി സെറ്റ് ഫ്രം ദ ഗിവൺ ട്രെയിനിങ് ഡേറ്റ. ഓക്കെ, അപ്പം ഫ്രം ദിസ് ഈസ് ഡൺ ബൈ ഫിറ്റിംഗ് മെമ്പർഷിപ്പ് ഫങ്ഷൻസ് വിത്ത് എ ന്യൂറൽ നെറ്റ്വർക്ക്. ദ ഫസി സെറ്റ്സ് ദെൻ ബീയിങ് ഡിറ്റർമൈൻഡ് ഓഫ്ലൈൻ. ദിസ് ഈസ് ഫോളോഡ് ബൈ ദ യൂട്ടിലൈസേഷൻ ടു ഫോം ദ ഫസി സെറ്റ് ബൈ ഫസി റൂൾസ് ദാറ്റ് ആർ ഗിവൺ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ട്രെയിനിങ് ഡേറ്റ, ഒരു ഡേറ്റാനെ കൊടുക്കുന്നു. ആ ന്യൂറൽ നെറ്റ്വർക്ക് ആ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നു, ഒരു ഫസി റൂൾസ്. അതായത് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് കിട്ടിയ ഡേറ്റാനെ ഉപയോഗിച്ച് ഒരു ഫസി റൂളിനെ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ, അതായത് ഇഫ് എക്സ് ഈസ് A1 ആൻഡ് X2 ഈസ് A2 ദെൻ Y ഈസ് B2 എന്ന് പറയുന്നു. അതായത് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി ദിസ് മച്ച് ആണെങ്കിൽ ക്ലൈമറ്റ് ഈസ് ഹോട്ട്. അതാണ് ഈ ഒരു ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന്, അതായത് ലേൺ ചെയ്ത ചുമ്മാ ഒരു റൂൾ ഉണ്ടാക്കുകയല്ല, ഒരു 1000 ഡേറ്റാസ് കിട്ടുന്നു, 1000 ടെമ്പറേച്ചേഴ്സ് കിട്ടുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഓക്കെ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. സോ അതിൽ നിന്നൊരു റൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ റൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഫസിയിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഫസി സിസ്റ്റത്തിലേക്ക് കൊടുക്കും, നമ്മുടെ കയ്യിലുള്ള ഫസിയിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മൾ മുകളിൽ നിന്നൊരു ഇൻപുട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കൊടുക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഓക്കെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ ക്ലൈമറ്റ് എന്തായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലേൺ ചെയ്ത് വന്ന ഫസി റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഇതാണ് ഒരു മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ ട്രെയിനിങ് ഡേറ്റ, ഫസി റൂൾസ് അല്ല ഇവിടെ നിന്ന് എടുക്കുന്നത്. ഹിയർ ദ ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ഓഫ്ലൈൻ ബിഫോർ ദ ഫസി സിസ്റ്റം ഈസ് ഇനിഷ്യലൈസ്ഡ്. ദ റൂൾ ലേണിംഗ് ഹാപ്പൻസ് യൂഷ്വലി ബൈ ക്ലസ്റ്ററിങ് ഓൺ സെൽഫ് ഓർഗനൈസിങ് ഫീച്ചർ മാപ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫസി റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടില്ല പോട്ടെ, സെൽഫ് ഓർഗനൈസിങ് ഫീച്ചർ മാപ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫസി റൂൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടാൻ പോകുന്ന കുറേ ഫസി സെറ്റ്സ് ആണ്. നമ്മളിപ്പോൾ കുറേ ട്രെയിനിങ് കൊടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് കുറേ ഡേറ്റാസാണ് കിട്ടുന്നത്, ഫസി സെറ്റുകളാണ് കിട്ടുന്നത്. ടെമ്പറേച്ചർ ഓക്കെ 50 ഡിഗ്രി സെൽഷ്യസ് ദെൻ ക്ലൈമറ്റ് ഹോട്ട്. അതിനകത്തുനിന്നൊരു റൂളല്ല ജനറേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിനകത്തുനിന്ന് കുറേ സെറ്റുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫസി സിസ്റ്റത്തിലോട്ട് നമ്മൾ റൂൾസ് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ അവിടെ കുറേ റൂൾസ് പറഞ്ഞു കൊടുക്കുന്നു. ഈ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് വരുന്ന ഡേറ്റാസ് വെച്ചിട്ട് ആ റൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇപ്പം ഇവിടുന്ന് വന്നത് ടെമ്പറേച്ചർ ഹോട്ടാണ്, ഓക്കെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഓക്കെ എന്ന് മാത്രമാണ് ഈ ഒരു ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. കുറേ സ്ഥലത്തെ ടെമ്പറേച്ചർ മാത്രം എടുക്കുക, 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചേഴ്സ് മാത്രം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഫസി റൂൾസ് കൊടുത്തിട്ടുണ്ട് ഒരു വേറെ മെത്തേഡ്സ് വെച്ചിട്ട്. എന്നിട്ട് ആ ഫസി റൂളുമായിട്ട് നോക്കുന്നു, ഓക്കെ ഈ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, ക്ലൈമറ്റ് എങ്ങനെയാണ്, എന്നിട്ട് ഫസി സിസ്റ്റം ഔട്ട്പുട്ട് തരുന്നു. നേരത്തെ പഠിച്ചതിൻ്റെ തിരിച്ച്, നേരത്തെ എന്താ പഠിച്ചത്, നമ്മൾ ഇവിടുന്ന് ഫസി
റൂൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താ ഫസി റൂൾസ് ആണ് കിട്ടുന്നത്. നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ഡേറ്റാസിന് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് കിട്ടുന്നത് ഫസി സെറ്റാണ്. അതായത് ജസ്റ്റ് ഒരു ഡേറ്റ മാത്രം, ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി ദിസ് മച്ച്, ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഡേറ്റ മാത്രം. ഫസി റൂൾ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നു. സോ ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം ഹിയർ ദ പാരാമീറ്റർ ഓഫ് മെമ്പർഷിപ്പ് ഫങ്ഷൻസ് ആർ ലേൺഡ് ഓൺലൈൻ then while the fuzzy system is applied, this means that initially fuzzy rules and membership function must be defined beforehand. Also, in order to improve and guide the learning step, there has to be measured. ഇവിടെ പാരാമീറ്റേഴ്സ് ഓഫ് മെമ്പർഷിപ്പ് ഫങ്ഷൻസ് ആർ ലേൺഡ് ഓൺലൈൻ. അതായത് നമ്മളിപ്പം ഒരു ഫസി നമ്മളുടെ എന്താണ് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു ഫസി മെമ്പർഷിപ്പ് ഫങ്ഷൻസിനെയാണ് അതിന് ഡേറ്റാസ് വെച്ച് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഫസി സിസ്റ്റത്തിൽ കൊടുക്കുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മളിവിടെ ഒറ്റ വ്യത്യാസമാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എറർ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂൾ. ഇവിടെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് ആ എറർ ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുന്നു. അന്നേരം ഇവിടെ ഒരു ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അതായത് എറർ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ കൊടുക്കുന്നു, അതിൻ്റെ എററിനെ മാറ്റിയിട്ട് വീണ്ടും ഒരു ഫസി മെമ്പർഷിപ്പ് ഫങ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഫസി സിസ്റ്റത്തിലോട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. സോ ഒരു പാരാമീറ്റേഴ്സിനെ ഒരു ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ട് പിന്നെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നമ്മളിങ്ങനെ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ അന്നേരം തന്നെ എറേഴ്സ് കണ്ടുപിടിച്ച് നമ്മളത് തിരുത്തി അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഇതാണ് നെക്സ്റ്റ് വൺ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ ഇതുപോലെ എറർ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂളുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഫസി മെമ്പർഷിപ്പിന് പകരം റൂൾ വെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. The above model determines the rule weights for all fuzzy rules by a neural network. A rule is determined by its rule weight, interpreted as the influence of a rule. They are then multiplied with the റൂൾ ഔട്ട്പുട്ട്. അതായത് റൂൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസി റൂൾസിനെ നമ്മൾ ഓരോരോ വെയ്റ്റ്സ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതായത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് ആ റൂൾ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ഔട്ട്പുട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ഇവിടെ നിന്നൊരു റൂൾ വെയിറ്റ് കിട്ടുന്നു. ഈ റൂൾസിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ടാണ് ഓരോ റൂളിനും ഓരോ വെയിറ്റ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഈ റൂൾ വെയിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് 4 രീതിയിലുള്ളതെന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് NFS എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എല്ലാം ഓഫ്ലൈനായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല നടക്കുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്യാം, പിന്നീട് ഇത് ചെയ്യാം, അങ്ങനെ ഓഫ്ലൈനായിട്ടാണ് നടക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടുന്ന് ഫസി റൂൾസ് കിട്ടുന്നു, അപ്പുറത്തെ കേസിൽ ഔട്ട്പുട്ടായിട്ട് ഇവിടുന്ന് ഫസി സെറ്റ് കിട്ടുന്നു. നെക്സ്റ്റ് കേസിൽ ഒരു എറർ മൊഡ്യൂളുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷനാണ്. ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന റൂൾ വെയ്റ്റ്സ് എന്നൊരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം. സോ ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് നോക്കി, ഇവിടെ എന്ന് പറയുമ്പം നമുക്കൊരു ഇവിടെ ഒരു റൂൾ ബേസിനെ കാണാൻ പറ്റും. ഈഫ് ദെൻ റൂൾസ് ആണ് ഇതിനകത്ത് നിറയിരിക്കുന്നത്. സോ ആ ഈഫ് ദെൻ റൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂളിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അന്നേരം ആ റൂൾസ് എടുത്തിട്ട് നമ്മളൊരു ഫസി സിസ്റ്റം നമ്മൾ സിസ്റ്റത്തിൽ കൊടുക്കുമല്ലോ റൂൾസ്. ഏത് സിസ്റ്റം, ഇപ്പോൾ ഈ സിസ്റ്റത്തിലായിരിക്കും നമുക്ക് വേണ്ട ഇൻപുട്സ് കൊടുക്കുന്നത്. സോ അന്നേരം ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മളുടെ റൂൾ ബേസ് അല്ലെങ്കിൽ ഫസി റൂൾസ് തന്നെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂളായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്, ഈ കറൻ്റ്ലി ഇത് ഈഫ് ദെൻ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഇതിപ്പോൾ എന്ത് സ്റ്റേറ്റിലാണ് എന്നുള്ള ഇതും ഇതിവിടെ ഇൻപുട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു എറർ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂളുണ്ട്. അന്നേരം അതെങ്ങനെ എറർ കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഈഫ് ദെൻ റൂൾസും കൊടുക്കും, അതേപോലെ ഈ കറൻ്റ്ലി ഈ സിസ്റ്റത്തിന് സ്റ്റേറ്റും കൊടുക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് എററിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. എററിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ന്യൂറൽ നെറ്റ്വർക്കിന് പറഞ്ഞു കൊടുക്കും. സോ ഇന്ന എറേഴ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്, സോ അതിൻ്റെ എറേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഔട്ട്പുട്ട് നെക്സ്റ്റ് ടൈം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. സോ എങ്ങനെയാണ് എറേഴ്സിനെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഏത് സിസ്റ്റമാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഇൻപുട്ടാക്കി കൊടുക്കുന്നു. അതേപോലെ കിട്ടുന്ന ഔട്ട്പുട്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണോ അല്ലെങ്കിൽ റൂൾസ് തന്നെയാണോ എന്ന് അതും കൊടുക്കുന്നു. രണ്ടും കൂടെ വെച്ചിട്ട് എററിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂളിന് പറഞ്ഞു കൊടുക്കുന്നു. എറേഴ്സ് കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സിസ്റ്റത്തിന് കൊടുക്കുന്നു. സോ ഈ ന്യൂറൽ നെറ്റ്വർക്കിനും എന്ത് ഇൻപുട്ടാക്കി കൊടുക്കുന്നുണ്ട്, ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഇൻപുട്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ജനറൽ NFHS എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇവിടെ നമുക്ക് കാണാം ഹിയർ ദ റൂൾ ബേസ് ഓഫ് എ ഫസി സിസ്റ്റം ഈസ് അസ്യൂം ടു ബി എ ന്യൂറൽ നെറ്റ്വർക്ക്. അതായത് റൂൾ ബേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ റൂൾസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫസി സെറ്റ്സ് ആർ റിഗാർഡഡ് ആസ്, ഇതിനകത്ത് ഈ ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഈ വെയിറ്റ് ഒക്കെ കൊടുക്കണമല്ലോ ന്യൂറൽ നെറ്റ്വർക്സിനകത്ത്, വെയിറ്റ് ആ ഫസി സെറ്റാണ് ആ വെയിറ്റ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിൾസ് നമുക്കറിയാമല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിൾസ് ആണ് നമ്മൾ കൊടുക്കുന്ന x1 x2 ആണ് ഇൻപുട്ട് വേരിയബിൾ ആയിട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ടായിട്ട്. ഇതെല്ലാം ന്യൂറോൺസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഫസി സെറ്റ്സ് ഞാൻ പറഞ്ഞില്ല, അതാണ് വെയിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എനി ഷേപ്പ് സച്ച് ആസ് ഗോഷൻ ഓർ ട്രയാങ്കിൾ ഓർ ബെൽ ഷേപ്ഡ് ഓർ ട്രപ്പസോയിഡൽ ക്യാൻ ബി, ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ഈ ന്യൂറൽ നെറ്റ്വർക്ക് എല്ലാം ഉപയോഗിക്കാം. അതായത് അങ്ങനെയുള്ള എല്ലാ ഫസിഫിക്കേഷൻ ഡിഫസിഫിക്കേഷൻ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഈ ഒരൊറ്റ മൊഡ്യൂളിലാണ്. ഇതെല്ലാം ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നു. ഇവിടെ കണ്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്, ഇവിടെ ഫസി സിസ്റ്റം ഇവിടെ അങ്ങനെ അല്ല ഇരിക്കുന്നത്. നമുക്ക് ഫൈനൽ ഒരു റിസൾട്ട് ഈ ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂളിൽ നിന്ന് തന്നെ കിട്ടുന്നു. അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇതാണ് ജനറൽ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, next, neural networks, fuzzy systems and genetic algorithms are distinct soft computing techniques to solve problems. Okay, neural networks are the simplified models of the human nervous system mimicking our ability to adapt to certain situations and to learn from the past experience. Fuzzy logic or fuzzy systems deal with uncertainty or vagueness existing in a system and formulating fuzzy rules to find a solution to problems. Genetic algorithm inspired by the natural evolution process are adaptive search and optimization algorithms. So അതായത് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു സമ്മറിയാണ്. നിങ്ങൾ 1 and 2 മൊഡ്യൂളിൽ പഠിച്ചത് ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റിയും 3, 4, 5 പഠിച്ചത് ഫസിയെ പറ്റിയും ഇനി 6th മൊഡ്യൂളിൽ പഠിക്കുന്നത് ജനറ്റിക് അൽഗോരിതത്തെ പറ്റിയും. സോ ഈ ഒരു സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിനെ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു 3 ആയിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് എ ന്യൂറൽ നെറ്റ്വർക്ക്, എ ഫസി സിസ്റ്റം ആൻഡ് എ ജനറ്റിക് അൽഗോരിതം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഫസി സിസ്റ്റംസ് ആൻഡ് ജനറ്റിക് അൽഗോരിതംസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് ടു സോൾവ് പ്രോബ്ലംസ്. അപ്പം നമ്മൾ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് ആണ് ഇത് 3 എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദി ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ, നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇപ്പം നമ്മളൊരു സിറ്റുവേഷനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പം സാധാരണ എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരു കാര്യം വർഷങ്ങളായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, നമ്മൾ പല കാര്യങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താണ് പഠിക്കുന്നത്. സോ അതേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. പല തെറ്റുകൾ വരുമ്പം ആ തെറ്റിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. ഇനി ഫസി ലോജിക്ക്, ഫസി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ചില സിസ്റ്റത്തിൽ ചില കേസിലുണ്ടാവുന്ന ചില പ്രോബ്ലത്തിലുണ്ടാവുന്ന ഉറപ്പ് മീൻസ് ഒരു ഔട്ട്പുട്ടിൻ്റെ വേഗ്നെസ്, ഒരു ഉറപ്പില്ലായ്മ, അത് എന്ത് റിസൾട്ട് ആയിരിക്കും തരുന്നതെന്നുള്ള കേസ് ചില പ്രോബ്ലത്തിന് നമുക്ക് ചില കേസിലുള്ള പ്രോബ്ലത്തിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസി റൂൾസ് ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണ് ഫസി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് നാച്ചുറൽ എവല്യൂഷൻ പ്രോസസ്സ്, നമ്മുടെ സാധാരണ ബയോളജിയിൽ പഠിച്ച എവല്യൂഷൻ പ്രോസസ്സിൻ്റെ പല കൺസെപ്റ്റുകളും യൂസ് ചെയ്തിട്ട് അൽഗോരിതംസിനെ, സെർച്ചിങ് അൽഗോരിതംസും ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പം അതിനെ മാക്സിമം ചെറുതാക്കി സിമ്പിളാക്കി മാറ്റുന്നതിനെയാണ് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അങ്ങനെ സെർച്ചിങ് അൽഗോരിതംസ്, ഒപ്റ്റിമൈസേഷൻ അൽഗോരിതത്തിനൊക്കെ വേണ്ടി എവല്യൂഷൻ പ്രോസസ്സിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ജനറ്റിക് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഓൾ ദ അബോവ് 3 ടെക്നിക്സ് ഇൻഡിവിജ്വലി ഹാവ് പ്രൊവൈഡഡ് എഫിഷ്യൻറ്റ് സൊല്യൂഷൻസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്രോബ്ലംസ്. സോ അന്നേരം ഇത് മൂന്നുമാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് മീൻസ് സൊല്യൂഷൻസ്, ഒരു ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഈ 3 ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റും. ദീസ് ത്രീ ടെക്നിക്സ് ക്യാൻ ബി കമ്പൈൻഡ് ടുഗദർ ടു ഫൈൻഡ് ദ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഈ 3 ടെക്നിക്സും ഇപ്പോൾ 1 and 2 പഠിച്ച ന്യൂറൽ നെറ്റ്വർക്കും 3, 4, 5 പഠിച്ച ഫസിയും പഠിക്കാൻ ഇനി 6th പഠിക്കാൻ പോകുന്ന എന്താണ് ജനറ്റിക് അൽഗോരിതം 3 എണ്ണം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ സൊല്യൂഷൻസ് പ്രോബ്ലത്തിന് എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഇത് 3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കണ്ടു ന്യൂറലിനെയും അതേപോലെ ഫസീനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടെണ്ണത്തിൽ കമ്പൈൻ ചെയ്യുന്നത്. അതേപോലെ നമുക്കിതിനകത്ത് 3 എണ്ണത്തിനെയും കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. സോ ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പം അന്നേരം എന്താ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണത്തിനുണ്ടാകുന്ന ഇപ്പോൾ ന്യൂറൽ നെറ്റ്വർക്കിനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഫസി വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ജനറ്റിക് അൽഗോരിതത്തിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഫസി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓരോ നെറ്റ്വർക്കിനും ഉള്ള എന്താണ്
വീക്ക്നെസ് മറ്റുള്ളതിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. So, the hybrid system applications are engineering design, stock market analysis and prediction, medical diagnosis, process control, credit card analysis and so on. So, കുറേ ഇതുപോലെ ഹൈബ്രിഡ് സിസ്റ്റത്തിന് നമ്മൾ പല സിസ്റ്റത്തിനെ ഒരുമിച്ച് ചേർത്ത് ചെയ്യുമ്പോൾ ഒത്തിരി അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൈ ദിസ് നമ്മളുടെ മൊഡ്യൂൾ 5 തീർന്നിരിക്കുകയാണ്. സോ മൊഡ്യൂൾ 5 എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5 പഠിച്ചതപ്പം ട്രൂത്ത് വാല്യൂസ് ആൻഡ് ടേബിൾസ് ആൻഡ് ഫസി ലോജിക്, ഫസി പ്രപ്പോസിഷൻസ്, ഫോർമേഷൻ ഓഫ് ഫസി റൂൾസ്, ഡീകമ്പോസിഷൻ ഓഫ് റൂൾസ്, അഗ്രിഗേഷൻ ഓഫ് റൂൾസ്. സോ ഇത്രയും തിയറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ദിസ് മച്ച് തിയറി, ഇത്രയും തിയറീസ് പഠിച്ചു. ട്രൂത്ത് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസി പ്രപ്പോസിഷൻസ് ഒക്കെ അത്രയും പഠിച്ചു. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫസി ഇൻഫറൻസ് സിസ്റ്റത്തിൽ മംദാൻ ആൻഡ് സിഗ്നോ. ഇത് 100% പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്, ഫസി ഇൻഫറൻസ് സിസ്റ്റത്തിൽ മംദാൻ ആൻഡ് സിഗ്നോവും ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റവും. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പഠിച്ചിരിക്കണം, ഇത്രയും പോർഷൻസ്. ഇത് ചിലപ്പം ജസ്റ്റ് ഒരു തിയറി ആയിട്ട് വല്ലതും ചോദിക്കും. എസ്സേ ആയിട്ട് ചോദിക്കുന്നത് മംദാൻ ആൻഡ് സിഗ്നോ ആൻഡ് ന്യൂറോ ഫസി ഹൈബ്രിഡ് സിസ്റ്റംസ് ആയിരിക്കും. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൊഡ്യൂളിലെ പോർഷൻസ്. ബൈ ദിസ് വി ആർ കംപ്ലീറ്റിംഗ് ദിസ് മൊഡ്യൂൾ.